പേരില്ലാത്ത, മുഖമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത, മനസാക്ഷിയില്ലാത്ത എല്ലാ സൈബർ ബുള്ളി പ്രവർത്തകർക്കുമായി ഞാൻ ഈ വീഡിയോ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു പാൻഡമിക്കിനെ കുറിച്ചാണ്. കുറച്ചധികം വർഷങ്ങളായി നമ്മുടെ ചുറ്റും കണ്ടുവരുന്ന, ഇതിനെ പ്രതിരോധിക്കാനായി നമ്മളൊരു മാസ്കോ സാനിറ്റൈസറോ ഒന്നും ഉപയോഗിക്കാറില്ല. ഈ പാൻഡമിക്കിന്റെ പേരാണ് സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. ഇതിന്റെ താഴെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൈബർ ബുള്ളിങ്, ഫ്രം സൈബർ സ്റ്റോക്കിംഗ് to pretending to be somebody else, to trolling, to hacking. It's a very, very wide arena. പക്ഷെ ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സൈബർ ബുള്ളിങ് ആണ്, വിച്ച് ഇസ് ഫ്ലെയിമിംഗ്. FLAMING. ഈ ഫ്ലെയിമിംഗ് എന്ന വാക്ക് ഞാനും മെനഞ്ഞാന്ന് ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത് എന്താണ്. സോ ഫ്ലെയിമിംഗ് ഇസ് ബേസിക്കലി ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ ഒരാൾ വന്നിട്ട് നമ്മളെക്കുറിച്ച് എക്സ്ട്രീംലി ഇൻസൾട്ടിങ് ലാംഗ്വേജിൽ വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു വാചകം എഴുതുന്നതിനെയാണ് ഫ്ലെയിമിംഗ് എന്ന് പറയുന്നത്. ഈ സൈബർ ബുള്ളിങ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു കാര്യം പറയുന്നു, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നു, അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ വളരെ റെസ്പെക്റ്റ്ഫുൾ ലാംഗ്വേജിൽ അവരുടെ എതിർ അഭിപ്രായം പറയുന്നു. അതിനെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നു. ഇത് സൈബർ ബുള്ളിങ് ഒന്നുമല്ല. ദിസ് ഇസ് ജസ്റ്റ് എ വെരി റെസ്പെക്ട്ഫുൾ, എ ഡീസെന്റ് കോൺവെർസേഷൻ ഓർ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ ടു അഡൾട്ട്സ് ഓർ ടു പീപ്പിൾ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പക്ഷേ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട്, ഇതിനെ താങ്ങി പിടിച്ചുകൊണ്ട്, ഇന്ന് എവിടെയാ പൊങ്കാല, അവിടെ കമോൺ, ഇന്ന് നമുക്ക് അവിടെ പോയി അവളെ നമുക്ക് വേണ്ട തെറിയും കാര്യങ്ങളും ഒക്കെ വിളിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവരവിടെ വന്നിട്ട് ചിലപ്പോൾ എന്നെ തെറി വിളിക്കും, സെക്ഷലി ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. എൻ്റെ അമ്മേനെ, എൻ്റെ അച്ഛനെ, എൻ്റെ വീട്ടുകാരെ, എൻ്റെ ബന്ധുക്കളെ ഒക്കെ ടാർഗറ്റ് ചെയ്ത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഭാഷയിൽ വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ദിസ് ഇസ് എ മോബ് മെൻറ്റാലിറ്റി ആയിട്ട് നടക്കുന്ന ഒരു തരം സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സിയിൽ നമ്മൾ കോട്ടാകുമ്പോൾ സംതിങ് ലൈക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നടക്കുന്നത്. ഇതൊന്നും അല്ലാത്ത സൈബർ ബുള്ളിങ് ഉണ്ട്. ഇപ്പം ഞാനൊരു ഫോട്ടോ ഇടുന്നു, ഞാൻ ഒരു പട്ടിയുടെ കൂടെ ഫോട്ടോ ഇടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടൊരു ഫോട്ടോ ഇടുന്നു. ഇതിൻ്റെയൊക്കെ താഴെ വന്ന് വളരെ വൾഗറായിട്ടുള്ള കമൻസ് ഇടും. ഇതൊന്നും അല്ലാതെ, സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത സാധാരണ ആൾക്കാരുടെ പോസ്റ്റുകളിൽ വരെ എക്സ്ട്രീംലി ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ഒരു ടെൻഡൻസി പൊതുവെ ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. ഇതാണ് ബേസിക്കലി സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്, അഥവാ സൈബർ അറ്റാക്ക്. പല രീതികളിൽ, ഇൻറ്റൻസിറ്റീസിൽ ഇത് നടക്കാറുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി ഐ ടേസ്റ്റഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സൈബർ ബുള്ളിങ് ഓർ അറ്റാക്ക്. എനിക്ക് പക്ഷേ ഐ ഡോണ്ട് ഈവൻ ഫീൽ ലൈക്ക് സെയിങ് സൈബർ അറ്റാക്ക് ഓർ സൈബർ ബുള്ളിങ്, കാരണം ഐ ഡിഡ് നോട്ട് ഫീൽ ബുള്ളീഡ്, ഐ ഡിഡ് നോട്ട് ഫീൽ അറ്റാക്ഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് അന്ന് നടന്ന അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സൈബർ ബുള്ളിങ്ങിന് ഒരു പ്രതികരണമായിട്ടോ ഒരു റെസ്പോൺസ് ആയിട്ടോ ഒന്നുമല്ല. പക്ഷെ അന്ന് അത് സംഭവിച്ചപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ വീട്ടിലിരുന്ന് നമ്മളെയൊക്കെ കുറിച്ച് വളരെ മോശപ്പെട്ട ഭാഷയിൽ, വളരെ വളരെ വൃത്തികേടായിട്ടുള്ള പലരുടെയും കമൻറ്റുകൾ കണ്ടപ്പോൾ നമ്മളത് കണ്ട് പൊട്ടിക്കരയോ അയ്യോ എൻ്റെ ജീവിതം പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിക്കുകയോ ഒന്നും ആയിരുന്നില്ല. വി വർ ജസ്റ്റ് ഫീലിംഗ് എക്സ്ട്രീംലി സോറി ഫോർ ദീസ് പീപ്പിൾ. ലൈക്ക് നമ്മൾ വിചാരിക്കുന്നു, അയ്യോ ഇവർക്ക് നാണോ ആവാറില്ല ഇങ്ങനെയൊക്കെ എഴുതാൻ. വി ടുക്ക് ഇറ്റ് ഇൻ എ വെരി ഫണ്ണി സെൻസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കൊണ്ട് ഞാൻ ഒരു സൈബർ അറ്റാക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ചെയ്യാൻ താല്പര്യമുള്ള ആരുടെയും മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. കാരണം ജസ്റ്റ് ലൈക്ക് ഹൗ എ റേപ്പിസ്റ്റ് ഇസ് ടൊറൻഷ്യലി ഡാമേജ്ഡ്, എ സൈബർ ബുള്ളി ഇസ് ഓൾസോ ടൊറൻഷ്യലി ഡാമേജ്ഡ്. ഇപ്പം അവരൊരു വീഡിയോ കണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ അവരാരെങ്കിലും വന്ന് പറഞ്ഞെന്ന് വെച്ചോ, അവരുടെ ഒരു തരത്തിലുള്ള സ്വഭാവമോ മൈൻഡ് സെറ്റോ ഒന്നും മാറാൻ പോകുന്നില്ല. പക്ഷെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് സൈബർ ബുള്ളിങ്ങിനെ കാണുന്നത്. ഇപ്പോൾ നാട്ടുകാർ കുറേ സൈബർ ബുള്ളീസ് വന്ന് എന്നെ പച്ചത്തെറി വിളിക്കുവാണ്. ഞാൻ അത് കണ്ട് വിഷമിച്ച്, ഞാൻ അത് കണ്ട് അവർ എന്നെ വിളിച്ചതൊക്കെയാണ് ഞാൻ വിചാരിച്ച അവരുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ സൈബർ ബുള്ളീസിന് ഒരു കൂട്ടം, ഈ സൈബർ ബുള്ളിങ് ഒരു ഭയങ്കര അസുഖമാണെങ്കിൽ ഒരു കൂട്ടം തീരെ വയ്യാത്ത ആൾക്കാർ അങ്ങനെ അവരെ കണ്ടു തുടങ്ങിയാൽ പതുക്കെ ഇല്ലേ, ഈ സൈബർ ബുള്ളീസ് ആൻഡ് സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് ഒരു കൂട്ടം കോമാളികൾ നിന്ന് കുറെ പിച്ചും പെയ്യും പറയുന്നു. മനസ്സിലായില്ലേ? സോ യു ക്യാൻ ചേഞ്ച് സംതിങ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ, ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു ലുക്ക് അറ്റ് സൈബർ ബുള്ളിങ് ആൻഡ് സൈബർ അറ്റാക്ക്. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ദാറ്റ് എനിക്കൊന്നും തോന്നിയില്ല. ആൻഡ് ഞാൻ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമായിരുന്നില്ല, ലൈക്ക് യു നോ ആഹാന, യു ഹാവ് ടു ബി ബോൾഡ്, യു ഹാവ് ടു ബി സ്ട്രോങ്. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ഡൂഡ്, കുറെ വിവരമില്ലാത്ത ആൾക്കാരൊന്നും എന്ത് പിച്ചുമ്പേയും പറയാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ
എക്സ്ക്യൂസ് മീ, ഐ മീൻ അത് അവരുടെ പ്രശ്നമാണ്, അത് എൻ്റെ പ്രശ്നമല്ല. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്കിനൊക്കെ ഇരയാവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു ഇരയല്ല, യു ആർ നോട്ട് എ വിക്ടിം. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ് ആസ് എ ജോക്ക്, ജസ്റ്റ് ലുക്ക് അറ്റ് ദം ആസ് ഫ്യൂ ജോക്കേഴ്സ്. സോ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് ആക്ച്വലി തിങ് ഐ ജസ്റ്റ് റിയലൈസ്ഡ് ഫ്യൂ ഡേയ്സ് അഗോ. നമ്മുടെ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ആർമി എന്ന് പറയുന്നതാണ് ദ ഗ്രേറ്റ് ആർമി ഓഫ് സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്കേഴ്സ്. ഈ വലിയ ആർമിയിലേക്ക് നമുക്ക് എലിജിബിൾ ആവാൻ അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കയറാൻ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ പ്രത്യേകിച്ച് പരീക്ഷകളൊന്നും പാസ്സാവണ്ട, പ്രത്യേകിച്ച് ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട, ഫിസിക്കലി ഫിറ്റ് ആവണ്ട. എന്തിന്, നമ്മളിരിക്കുന്ന ഒരു മുറിയുടെ ഒരു അറ്റത്ത് നിന്ന് അപ്പുറത്തെ അറ്റം വരെ എണീറ്റ് നടക്കുക പോലും വേണ്ട. ഈ സൈബർ അറ്റാക്കേഴ്സ് ആർമിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഗാഡ്ജറ്റ് ഉണ്ടോ? ആ ഉണ്ട്. നിറയെ ഫ്രീ ടൈം ഉണ്ടോ? ആ ഉണ്ട്. മറ്റൊരാളെ കുറിച്ച് വളരെ മോശമായി അവരോട് തന്നെ പറയുന്നതിൽ ഒരു വല്ലാത്ത സന്തോഷം കിട്ടാറുണ്ടോ? ആ ഉണ്ട്. Congratulations, welcome to the family. Welcome to the extremely honorable family of cyber bullies. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടിലേക്ക് വരുവാണ്. അത് തന്നെയാണ് ഈ വീഡിയോയുടെ പേര്. ദാറ്റ് ഈസ് എ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ്. കം ഓൺ. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള, വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്താൽ അവിടെ കാണാൻ കഴിയുന്നത് ഞാൻ ആരാണെന്നല്ല, നിങ്ങളാരാണെന്ന്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും പച്ചക്കറി വിളിച്ചാൽ അവിടെ മോശമായി പോയല്ലോ എന്ന് തോന്നേണ്ടത് എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ അവിടെ നാണക്കേട് തോന്നേണ്ടത് എൻ്റെ വീട്ടുകാർക്കല്ല, നിങ്ങളുടെ വീട്ടുകാർക്കാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എൻ്റെ വ്യക്തിത്വത്തെ വിവരിക്കാൻ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വാക്കുകൾ അവിടെ വിവരിക്കുന്നത് എൻ്റെ വ്യക്തിത്വത്തെ അല്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എൻ്റെ നേർക്ക് ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ ഇത് കണ്ടു നിൽക്കുന്ന മൂന്നാമതൊരാൾക്ക് വളർത്തു ദോഷമായി തോന്നുക എൻ്റെ പെരുമാറ്റമല്ല, നിങ്ങളുടെ പെരുമാറ്റമാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ അന്തസ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തോടി പോയിട്ടില്ലാത്തൊരു കമൻ്റ് ഇടുമ്പോൾ അതിന് 250 ലൈക്ക് കിട്ടിയാൽ നിങ്ങളൊരു കിടിലാണെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഈ ലോകത്ത് 250 സൈബർ ബുള്ളികൾ കൂടി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇത്രയും നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോശപ്പെട്ട പരിപാടി ഒരു അന്തസ്സുള്ള ഏർപ്പാടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി ടു ലെറ്റ് യു നോ ദാറ്റ് യു ആർ ടെറിബിളി മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കെതിരെ വായിൽ വരുന്നത് എന്തും ഒരു നാണവും ഇല്ലാതെ, ഒരു ലേശ ഉളുപ്പ് പോലും ഇല്ലാതെ കേവലം ഒരു മൊബൈൽ സ്ക്രീനിന് പിന്നിലിരുന്ന് പറയുന്ന നിങ്ങളല്ല അടിപൊളി. മറിച്ച് നിങ്ങളുടെ ഈ ആഭാസത്തെ ഉള്ളിലേക്ക് എടുക്കാതെ വെറും ഒരു കോമാളിത്തരമായി കണ്ട് ചിരിച്ചു കളയാൻ പറ്റുന്നവർ അവരാരായാലും അവരാണ് അടിപൊളി. ഞാൻ ഈ പറഞ്ഞത് മൊത്തം കേട്ടിട്ട് ഇതിൽ ഒരു പോയിന്റ് പോലും ശ്രദ്ധിക്കാതെ, അഥവാ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാളം പറയാൻ അറിയാം എന്നാണെങ്കിൽ, അതേടാ മലയാളം പറയാൻ നന്നായിട്ട് അറിയാം.